ലിറ്റസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങൾ എന്താണ് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്താണ്, അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങളിലേക്ക് എന്തൊക്കെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ ടൈംലെസ് റീഡിങ്ങും കൂടിയാണ്. ഇത് എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോ ഇതിലെ നിങ്ങളുടെ എനർജി നോക്കുക. ഈ എനർജി നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നില്ല എങ്കിൽ, മാച്ച് ആവുന്നില്ല എങ്കിൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. കാരണം ഇത് ജനറൽ റീഡിംഗ്, കുറെ ആളുകളുടെ എനർജി ഇവിടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി അല്ല എന്ന് തോന്നിയാൽ ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല. റെസനേറ്റ് ആവുന്ന ആളുകൾ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ചിന്തകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നിങ്ങളിപ്പോ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആയിരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ വളരെയധികം കലങ്ങി മറിഞ്ഞ ഒരു അവസ്ഥയിലാണ്. അതായത് പല കാര്യങ്ങളും, അതായത് ഒരു അത്രയധികം കാര്യങ്ങൾ ക്ലിയർ അല്ലാതെ, അല്ലെങ്കിൽ അത്രയധികം നിങ്ങളെ വേദനിപ്പിക്കുന്ന, അങ്ങനെ നിങ്ങൾക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയുന്നില്ല. അതായത് നിങ്ങൾ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ചില വ്യക്തികൾക്ക് ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്തു പോകണമോ, ആ സിറ്റുവേഷനോട് കൂടെ മുന്നോട്ട് പോകണമോ, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിലൊക്കെ ആണെങ്കിൽ വെയിറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉള്ളതായിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചാണെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു കൃത്യമായിട്ട് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിയാതെ നിൽക്കുന്നതായിട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പലർക്കും പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് മുന്നിലേക്ക് വരുന്നുണ്ട്. അത് ചിലവർക്കൊക്കെ ഒരു പുതിയ പ്രപ്പോസൽ തന്നെയാണ്, പുതിയൊരു പ്രപ്പോസലാണ്, ഒരു പുതിയ പ്രപ്പോസൽ, അതുപോലെ തന്നെ പുതിയൊരു ഓഫറാണ്. അത് ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഹയർ സ്റ്റഡീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു പുതിയ ഓഫർ വരുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് ഒരു ഓഫർ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെ പരിഗണിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങൾ ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് എല്ലാത്തിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പുതിയൊരു പ്രപ്പോസൽ, പുതിയൊരു സ്നേഹം നിങ്ങളിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പുതിയൊരു കാര്യം നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഡിസ്കണക്റ്റഡ് ആയിട്ട്, അതായത് ഇതിൽ നിന്നെല്ലാം, പുതിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ഡിസ്കണക്റ്റഡ് ആയിട്ട് പഴയ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഡിസിഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ ഫുൾ ഈ ആലോചനയിലാണ് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ പലരും പാസ്റ്റ് സിറ്റുവേഷൻ തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ഒരു പാസ്റ്റ് പേഴ്സണെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ നിങ്ങളുടെ ഒരു പാസ്റ്റ് സിറ്റുവേഷനെ കുറിച്ചാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പാസ്റ്റിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അത് ഈ ഒരു വ്യക്തി, അത് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ട് ആയിക്കോട്ടെ, ആരോ നിങ്ങൾ മനസ്സിൽ കാണുന്ന ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ല ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, കെയറിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വളരെ നല്ലൊരു അട്രാക്ഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സോൾ കണക്ഷൻ ആണ് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ എങ്ങനെയാണോ അത് അതുപോലെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ്. തിരിച്ചും അങ്ങനെയൊക്കെയായിരുന്നു. അപ്പൊ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ വളരെ കാലത്തെ അടുപ്പം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്.
ചെറുപ്പകാലം മുതലേയുള്ള ഒരു അടുപ്പമായിരിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോ കുറെ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ അത്ര കാലമായിട്ടില്ലെങ്കിൽ പോലും ഈ വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ പോലും ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വളരെ കാലത്തെ അടുപ്പം ഉണ്ടായിരുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിനെ അതിലെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അതിലെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് അയവിറക്കി അതിലൊരു സന്തോഷം കണ്ടെത്തി അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ടാണ്, അതായത് പാസ്റ്റിൽ സ്റ്റക്ക് ആയിട്ട് തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്, പാസ്റ്റ് സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ നിലവിൽ എടുക്കാൻ കഴിയാതെ നിങ്ങൾ നിൽക്കുന്നത്. അതായത് പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻ വൈസ് ആണ് നിങ്ങൾക്ക് ആ ഇമോഷൻസ്, ഫിനാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ, അതിനേക്കാൾക്ക് കൂടുതലായിട്ട് നിങ്ങളൊരു ഇമോഷൻ വൈസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയാതെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പെട്ടെന്ന് ഒരു ചേഞ്ച്, അതായത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു മനോഹരമായിട്ട് അവരൊന്നിച്ചുള്ള ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഒരു നിമിഷത്തിന് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷന് ഒരു ചേഞ്ച് വന്നിരുന്നു എങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ വളരെ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്ന് ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി വരണം എന്ന് നിങ്ങൾ വളരെ അതിയായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എല്ലാം സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അല്ലെങ്കിൽ അത് സ്റ്റേബിൾ ആവുന്ന അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് അതിലേക്ക് വരും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ അതിന്റെ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിച്ച് ആലോചിച്ച് വേദനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അതിലുള്ള നല്ല നിമിഷങ്ങൾ, അത് കുറച്ചുകൂടെ നല്ലൊരു കാര്യമാണ്. അതിൽ വന്നിട്ടുള്ള നല്ല നിമിഷങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരും, പെട്ടെന്ന് തന്നെ വരും എന്നുള്ളൊരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനൊരു സ്റ്റെബിലിറ്റി എത്രയും പെട്ടെന്ന് വരണം, ഒരു കമ്മിറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു തോട്ട്സ് ഒക്കെ ആയിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോ ഇനി നിങ്ങൾ എന്തിനാണ് ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണുന്നത് കുറേയധികം വാൺസ് കാർഡുകളാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ പാഷനിലാണ്. പാഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ച് അതിലുള്ള വേദനകളെ കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെട്ട് എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് നിങ്ങളുടെ പാഷനെ ഫോക്കസ് ചെയ്യാനാണ്. ഏറ്റവും കൂടുതൽ കാർഡുകൾ നിങ്ങളുടെ പാഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് കണക്ട് ചെയ്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെയോ കഴിവുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ അത്രയധികം പാഷനേറ്റ് ആയിട്ടുള്ള കഴിവ്, ടാലന്റ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങളുടെ വർക്കിലായിരിക്കാം, നിങ്ങളുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസിലാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കഴിവുകളായിരിക്കാം, മറ്റെന്തെങ്കിലും ടാലന്റുകളായിരിക്കാം. ഇതിനെ നിങ്ങൾ പരിപോഷിപ്പിക്കാൻ ഉള്ള ഒരു സമയമാണ്. അതുപോലെ ഇതിലേക്ക് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും അതിൽ കൂടുതൽ പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, നിങ്ങൾക്ക്
നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ നന്നായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, അതുപോലെ തന്നെ കുറെ അധികം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഒന്നുകൂടെ ഫെയിം ആകാൻ പോകുന്നതായിട്ട്, ഒന്നുകൂടെ ഫേമസ് ആവാൻ നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനുമായിട്ട് നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് ഒരു പ്രത്യേക ടാലന്റ് ഉള്ള ഏതോ ഒരു ഫീൽഡില്, നിങ്ങൾക്ക് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ഏതോ ഒരു ഫീൽഡിൽ നിങ്ങൾക്കൊരു വിക്ടറി വരുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. ആ ഒരു വിക്ടറിയിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് പബ്ലിക്കിൽ നിന്നൊരു റെക്കഗ്നീഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു റെക്കഗ്നീഷൻ കിട്ടാൻ വേണ്ടിയിട്ടും, ആ ഒരു ഫേമസ് ഉണ്ടാവാന്, ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവാനൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പബ്ലിക്കിൽ നിന്ന്, ആ പബ്ലിക് അംഗീകരിക്കുന്ന രീതിയിൽ, സൊസൈറ്റി അംഗീകരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറെ ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് പ്രശംസ ലഭിക്കാനൊക്കെ പോകുന്നുണ്ട്. അത് ആ ഒരു കാര്യം കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ട്, ആ നിങ്ങൾക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നിലനിർത്താൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ നിങ്ങൾ വൈഡായിട്ട് നിങ്ങളുടെ പാഷനുമായിട്ട്, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് വളരെയധികം താല്പര്യമുള്ള മറ്റൊരു ഫീൽഡ്, അത് കുറച്ചുകൂടെ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക. അതിലേക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുതിയ ഒരു കാര്യം കൂടി നിങ്ങളുടെ പാഷനുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. അത് ഒരു ചില വ്യക്തികൾക്കൊരു വിദേശ യാത്രയാണ്. യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പുതിയ എന്തോ ഒരു കാര്യം നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ പഠിക്കാൻ ആഗ്രഹിച്ച് നിങ്ങൾ നിൽക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇത്രയും കാലം ഒന്ന് സ്റ്റക്കായിട്ട്, നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കാരണം സ്റ്റക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളതായിരിക്കാം. അതൊക്കെ നിങ്ങളൊന്ന് വീണ്ടും തുടങ്ങാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു ഫെയിം ലഭിക്കുന്നുണ്ട്. ആക്ച്വലി ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു ഫെയിം ലഭിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അതായത് അവിടെ ഒരു റെക്കഗ്നീഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അത് നിങ്ങളുടെ കരിയറിലാണ്, അതുപോലെ നിങ്ങളുടെ മറ്റ് ടാലന്റിലാണ്, അതിലെല്ലാം നിങ്ങൾക്ക് ഒരു ഒരു റെക്കഗ്നിഷൻ കിട്ടാൻ പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്, അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ചില വ്യക്തികളൊക്കെ വിദേശ യാത്രയ്ക്ക് റെഡി ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്, ബിസിനസ് യാത്രകൾക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക, വളരെ ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിവൈൻ ടൈമാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യം വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളുടെ ഈ പാഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു ട്രോമാറ്റിക് സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നുപോയി ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഡിസിഷൻ എടുക്കാതെ നിൽക്കുന്ന വ്യക്തികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ, വളരെ വേഗത്തിൽ തന്നെ, നിങ്ങൾ മടിച്ചു നിൽക്കാതെ നിങ്ങൾ അവിടെ ഒരു തീരുമാനം എടുക്കുക. കാരണം ഇത് നിങ്ങളുടെ ഡിവൈൻ ടൈമിംഗ് ആണ്. നിങ്ങളുടെ ഇനി ഇതിനെ ആലോചിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക, വളരെ ഫാസ്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോ വിദേശ യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്ന, പഠിക്കാനാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശ യാത്രയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു ലോങ് ജേർണിക്കൊക്കെ തയ്യാറായി നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ലൊരു ടൈമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾ മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം ഒരു ഡിസിഷൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. വളരെ അനുകൂലമായിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ മടിച്ചു നിന്നിരുന്ന കാര്യം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാനും വളരെ വേഗത്തിൽ തന്നെ ഒരു വിക്ടറി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ
അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട കാര്യമായിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് 8 ഓഫ് വാൺസ് ആണ്. അതായത് നിങ്ങളിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. മെസ്സേജ്, കോള് എല്ലാമായിരിക്കാം. ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു യാത്ര, ഒരുപക്ഷെ നിങ്ങൾ യാത്ര ചെയ്ത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ലോങ് ഡിസ്റ്റൻസിലുള്ള വ്യക്തി അല്ലെങ്കിൽ വിദേശത്തൊക്കെ ഉള്ള ഒരു വ്യക്തി നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കരിയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര ഇവിടെ കാണുന്നുണ്ട്. ഒരു യാത്ര, തീർച്ചയായിട്ടും ഒരു യാത്ര നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അതൊരു പ്ലഷർ ട്രിപ്പ് പോലും ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു യാത്ര ഈ നിയർ ഫ്യൂച്ചറിൽ തന്നെ കാണുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു യാത്ര കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, ലോങ് ഡിസ്റ്റൻസിലുള്ള ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും വേദനകളും എല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ്. അതായത് നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളിൽ നിന്നും വളരെ വേഗത്തിൽ ഒഴിഞ്ഞു പോകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. ആ മാറിപ്പോകുന്നതോടുകൂടെ തന്നെ നിങ്ങൾ ഒരു എംബ്രസ് എനർജിയിലേക്ക് വരുന്നു. ആ ഒരു എംബ്രസ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു, വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാ കാര്യത്തിലും വളരെയധികം നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എല്ലാത്തിനെയും നിങ്ങൾക്ക് വളരെയധികം നർച്ചർ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങളുടെ ഏത് ഫീൽഡ് ആണെങ്കിലും അവിടെ കുറച്ച് കൂടുതൽ ക്രിയേറ്റീവ് ആവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു കുഞ്ഞ് വരുന്നതായിട്ടൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് അച്ഛനാവാൻ, അമ്മയാവാൻ, കൺസീവ് ആവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനൊക്കെയുള്ള ഒരു സാധ്യത നിയർ ഫ്യൂച്ചറിൽ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ അതുപോലെ തന്നെ നിങ്ങൾ അത്രയധികം വേദനിച്ച് ഉറങ്ങാതെ നിങ്ങൾ അത്രയധികം ഡിപ്രഷനിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് മെയിൻ ആയിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളിലൂടെ ഉറങ്ങാതെ ഡിപ്രസ്ഡ് ആയി രാത്രി മുഴുവൻ എണീറ്റിരുന്ന് ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ നിമിഷങ്ങളും രാത്രികളും ദിവസങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അതൊക്കെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്കാണ് പോകുന്നത്. 2 ഓഫ് കപ്സിലേക്കാണ് അത് മാറുന്നത്. ആ സിറ്റുവേഷൻ എല്ലാം മാറി നിങ്ങൾ പരസ്പരം, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആയി ഈക്വൽ ആയിട്ടുള്ള ഒരു സ്നേഹം, കെയർ, അതുപോലെ തന്നെ ടൈം എല്ലാം ഈക്വൽ ആയിട്ട് ഒരു എഫേർട്ട് എല്ലാം തരുന്ന ഒരു ടൈമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതായത് ഒരു സോൾ കണക്ഷനിലുള്ള വ്യക്തി, നിങ്ങളുടെ പാസ്റ്റ് പേഴ്സൺ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയി വരുന്നുണ്ട്. ഓക്കെ, അപ്പോ അത് എത്രയും ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ കാർഡ് തന്നെ പറഞ്ഞു. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ ഈ വിഷമം, വേദന എല്ലാം നിങ്ങളിൽ നിന്ന് പോയി വളരെ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു സന്തോഷകരമായിട്ടുള്ള സമയം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതിനു വേണ്ട ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഒരു ഹോപ്പ് നിങ്ങളിലേക്ക് വരുന്നു. ആ ഒരു സന്തോഷത്തിലേക്കുള്ള ഒരു വഴി നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതായിട്ടൊക്കെയാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലുള്ള ഒരു എനർജി ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. രേവതി നക്ഷത്രം, ലെറ്റർ R, ലെറ്റർ I, ലെറ്റർ G, നമ്പർ 21, ജൂലൈ മന്ത്. അവിട്ടം നക്ഷത്രം, നമ്പർ 28, ഡിസംബർ മന്ത്. ഉത്രാടം നക്ഷത്രം, ആലപ്പുഴ ഡിസ്ട്രിക്ട്, ഓഗസ്റ്റ് മന്ത്, മാർച്ച് മന്ത്. കൊല്ലം ഡിസ്ട്രിക്ട്, നമ്പർ 18. ഇത്രയൊക്കെയാണ് ക്ലൂസ് വന്നിട്ടുള്ളത്.
ഓക്കെ, അപ്പോ ഈ ഒരു എനർജി നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കുക. റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതിൽ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം എത്രയും വേഗം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത റീഡിങ് നമുക്ക് വീണ്ടും കാണാം.